നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സബ്ജക്റ്റ് വൈസ് MCQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബയോകെമിസ്ട്രി പാർട്ട് 2 ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ടോപ്പിക് അമിനോ ആസിഡ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. MCQ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സം ബേസിക് തിയറി ഓഫ് അമിനോ ആസിഡ്സ് നോക്കാം. ഡെഫിനീഷൻ, ജനറൽ ഫോർമുല, ക്ലാസിഫിക്കേഷൻ, സ്വിറ്റർ അയോൺസ്, ഐസോ ഇലക്ട്രിക് പോയിന്റ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഡെഫിനേഷൻ? വാട്ട് ആർ അമിനോ ആസിഡ്സ്? നമുക്കറിയാം, അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ അമീൻ ആൻഡ് കാർബോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അലോങ് വിത്ത് ദാറ്റ് ദേ ഓൾസോ ഹാസ് എ സൈഡ് ചെയിൻ സ്പെസിഫിക് ടു ഈച്ച് അമിനോ ആസിഡ്. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് അമിനോ ആസിഡ് അതാണ്. ദേ ആർ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ അമിനോ ആൻഡ് കാർബോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അലോങ് വിത്ത് എ സൈഡ് ചെയിൻ സ്പെസിഫിക് ടു ഈച്ച് അമിനോ ആസിഡ്. ജനറൽ സ്ട്രക്ചർ എന്താണ് അമിനോ ആസിഡിൻ്റെ? നമുക്കറിയാം, എക്സെപ്റ്റ് പ്രൊളീൻ എല്ലാ അമിനോ ആസിഡിനും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട്. അതുമാത്രമല്ല, ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സൈഡ് ചെയിൻ ഉണ്ട് ബോണ്ടഡ് ടു ദ ആലിഫാറ്റിക് കാർബൺ ആറ്റം. ഫിസിയോളജിക്കൽ pHൽ COH ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബോക്സിലേറ്റ് അയോണും അമിനോ ഗ്രൂപ്പ് പ്രോട്ടോണേറ്റ് ചെയ്തിട്ട് NH3+ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനറൽ സ്ട്രക്ചർ നമ്മൾ പറയുവാണെങ്കിൽ CH, അതിലൊരു സൈഡ് ചെയിൻ ആൽക്കൈൽ ഉണ്ടാവും, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഇതാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ സൈഡ് ചെയിൻ ക്യാരക്ടേഴ്സ്, ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്, ബേസ്ഡ് ഓൺ മെറ്റബോളിക് റേറ്റ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. അതിൽ തന്നെ ഫസ്റ്റ് വൺ ആലിഫാറ്റിക് അമിനോ ആസിഡ്സ്. അതിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മോണോ അമിനോ, മോണോ കാർബോക്സിലിക് ആസിഡ്സ്. സിമ്പിൾ അമിനോ ആസിഡ്സ് ആണ് അതിൽ ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൈസിൻ, അലാനിൻ. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സിൽ വരുന്നതാണ് വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിൻ്റെ എക്സാമ്പിളാണ് സെറിൻ, ത്രിയോണിൻ. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിൻ്റെ എക്സാമ്പിളാണ് സിസ്റ്റീൻ, സിസ്റ്റൈൻ. മെത്തിയോണിൻ. അമൈഡ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമിനോ ആസിഡിൻ്റെ എക്സാമ്പിളാണ് അസ്പാർജിൻ, ഗ്ലൂട്ടമീൻ. സെക്കൻഡ് വരുന്നത് മോണോ അമിനോ ഡൈകാർബോക്സിലിക് ആസിഡ്. അതായത് ആദ്യം നമ്മൾ മോണോ അമിനോ മോണോ കാർബോക്സിലിക് ആസിഡ് കണ്ടു, ഇനി മോണോ അമിനോ ഡൈകാർബോക്സിലിക് ആസിഡ്. അതിൻ്റെ എക്സാമ്പിളാണ് അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ്. അടുത്തതാണ് ഡൈ ഓർ പോളി അമിനോ മോണോ കാർബോക്സിലിക് ആസിഡ്. അതിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ലൈസിൻ, ആർജിനിൻ. സോ ഫസ്റ്റ് ആലിഫാറ്റിക് അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സെക്കൻഡ് അറോമാറ്റിക് അമിനോ ആസിഡ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഫീനൈൽ അലാനിൻ, ടൈറോസിൻ. തേർഡ് വൺ ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്. അതിൽ വരുന്നതാണ് ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റഡിൻ. ഇമ്യൂണോ ആസിഡിൻ്റെ എക്സാമ്പിളാണ് ഫോർത്ത് വൺ. ഇമ്യൂണോ ആസിഡിൻ്റെ എക്സാമ്പിളാണ് പ്രൊലീൻ. ഫിഫ്ത്ത് വൺ ഡിറൈവ്ഡ് അമിനോ ആസിഡ്സ്. ഡിറൈവ്ഡ് അമിനോ ആസിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. നോൺ ആൽഫ അമിനോ ആസിഡ്സ്. അതിൽ വരുന്നതാണ് ബീറ്റ അലാനിൻ, ഗാമ അമിനോ ബ്യൂട്ടോറിക് ആസിഡ് ഓർ ഗാബ, ഡെൽറ്റ അമിനോ ലെവലാനിക് ആസിഡ്. അതൊക്കെ വരുന്നത് നോൺ ആൽഫ അമിനോ ആസിഡ്. ഡിറൈവ്ഡ് അമിനോ ആസിഡിൽ തന്നെ സെക്കൻഡ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിറൈവ്ഡ് ആൻഡ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടിഷ്യൂ പ്രോട്ടീൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രോക്സി പ്രൊലീൻ, ഹൈഡ്രോക്സി ലൈസിൻ. നെക്സ്റ്റ് ഡിറൈവ്ഡ് ബട്ട് നോട്ട് ഇൻകോപ്പറേറ്റഡ് ഇൻ ടിഷ്യൂ പ്രോട്ടീൻസിൽ വരുന്നതാണ് ഓർനിത്തിൻ, ഹോമോസിസ്റ്റിൻ, ആർജിനോസക്സിനിക് ആസിഡ്, സിട്രനിലിൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ സൈഡ് ചെയിൻ ക്യാരക്ടേഴ്സ്. അത് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ് വൺ അമിനോ ആസിഡ്സ് വിത്ത് നോൺ പോളാർ സൈഡ് ചെയിൻ. അതിൻ്റെ എക്സാമ്പിളാണ് അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, പ്രൊലീൻ. സൈഡ് ചെയിൻസ് ഓഫ് ദീസ് അമിനോ ആസിഡ്സിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ദീസ് അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ചെയിൻ നോൺ പോളാർ ആയിരിക്കും. ഹൈഡ്രോഫോബിക് ഇൻറ്ററാക്ഷൻസ് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. സെക്കൻഡ് ഇതിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് അമിനോ ആസിഡ് വിത്ത് പോളാർ ബട്ട് അൺചാർജ്ഡ് സൈഡ് ചെയിൻ. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സെറീൻ, ത്രയോണിൻ, ടൈറോസിൻ, സിസ്റ്റീൻ, ആസ്പാർജിൻ, ഗ്ലൂട്ടമിൻ. ഈ അമിനോ ആസിഡിൻ്റെ ഒക്കെ പ്രത്യേകത അൺചാർജ്ഡ് ആണ് ന്യൂട്രൽ pHൽ. ഓൾദോ സിസ്റ്റീൻ, ടൈറോസിൻ്റെ ഒക്കെ പെക്യുലാരിറ്റി അതിൻ്റെ സൈഡ് ചെയിന് ഇറ്റ് ലോസസ് എ പ്രോട്ടീൻ ആൻഡ് ആൽക്കലൈൻ pH. സെറിൻ, ത്രയോണിൻ, ടൈറോസിൻ എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് പോളാർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ. അസ്പാർജിൻ, ഗ്ലൂട്ടമീൻ്റെ സൈഡ് ചെയിൻ ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ കാർബോക്സിലിക് ഗ്രൂപ്പ് ആൻഡ് അമൈഡ് ഗ്രൂപ്പ്. ദേ ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ. അമിനോ ആസിഡ് വിത്ത് എ ചാർജ്ഡ് സൈഡ് ചെയിൻ ആണ് അടുത്തത്. അമിനോ ആസിഡ് വിത്ത് പോസിറ്റീവ്ലി ചാർജ് സൈഡ് ചെയിനും ഉണ്ട്, അമിനോ ആസിഡ് വിത്ത് നെഗറ്റീവ്ലി ചാർജ് സൈഡ് ചെയിനും ഉണ്ട്.
അമിനോ ആസിഡ് വിത്ത് പോസിറ്റീവ്ലി ചാർജ് സൈഡ് ചെയിൻ ആണ് ബേസിക് അമിനോ ആസിഡ്. അതിൻ്റെ എക്സാമ്പിൾ ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റഡിൻ. അമിനോ ആസിഡ് വിത്ത് നെഗറ്റീവ്ലി ചാർജ് സൈഡ് ചെയിൻ ആണ് ആസിഡിക് അമിനോ ആസിഡ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് aspartic ആസിഡ്. സോ ക്ലാസിഫിക്കേഷനിൽ തേർഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിസിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യില്ല, അതുകൊണ്ട് ഡയറ്റ് വഴി നമുക്കത് കൊടുക്കേണ്ടി വരും. ഡയറ്റിലൂടെ നമുക്കത് ലഭിക്കും. അങ്ങനെയുള്ള അമിനോ ആസിഡാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? വാലിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ഫീനൈലലാനിൻ. ഇനി ഒരു ഗ്രൂപ്പുണ്ട് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ആ അമിനോ ആസിഡ്സിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് സിന്തസൈസ് ചെയ്യും ബോഡിയിൽ, പക്ഷേ റേറ്റ് ഓഫ് സിന്തസൈസ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും റിക്വയർമെൻറ്റിനേക്കാളും. എക്സാമ്പിളാണ് അർജിനിനും ഹിസ്റ്റഡിനും. പിന്നെ വരുന്നൊരു ഗ്രൂപ്പാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സിനെ ബോഡിക്ക് തന്നെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡയറ്റിലൂടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എക്സാമ്പിളാണ് ഗ്ലൈസിൻ, അലാനിൻ, ബാക്കിയുള്ള എല്ലാ അമിനോ ആസിഡ്സും. ഇനി നമുക്ക് തേർഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ നോക്കാം. അതാണ് ബേസ്ഡ് ഓൺ മെറ്റബോളിക് റേറ്റ്. അതായത് കാർബൺ സ്കെൽട്ടൺ ഓഫ് അമിനോ ആസിഡിനെ നമുക്ക് ഐദർ ഗ്ലൂക്കോസ് പ്രൊഡക്ഷനോ കീറ്റോൺ ബോഡീസിൻ്റെ പ്രൊഡക്ഷനോ യൂസ് ചെയ്യാം. അതിൻ്റെ ബേസിസിൽ ഗ്ലൂക്കോജനിക്, കീറ്റോജനിക് എന്ന് ക്ലാസിഫൈ ചെയ്യും. ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്കിൻ്റെ എക്സാമ്പിളാണ് ഐസോലൂസിൻ, ടൈറോസിൻ, ഫീനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ. പ്യുവർലി കീറ്റോജനിക് ആണ് ലൂസിൻ, ലൈസിൻ. പ്യുവർലി ഗ്ലൂക്കോജനിക് ആണ് അലാനിൻ, വാലിൻ, സെറീൻ, ത്രിയോണിൻ, ഗ്ലൈസിൻ, മെത്തിയോണിൻ, സിസ്റ്റീൻ, സിസ്റ്റൈൻ, aspargine, glutamine, glutamic acid, aspartic acid, histidine, arginine. സോ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ. അടുത്തത് എന്താണ് സ്വിറ്റർ അയോൺസ് എന്ന് നോക്കാം. അക്വസ് സൊല്യൂഷൻ ഓഫ് അമിനോ ആസിഡ് രണ്ട് ഫോമിൽ അക്വസ് സൊല്യൂഷൻ ഓഫ് അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യും. മോളിക്കുലാറും സ്വിറ്റർ അയണിക് ഫോമും. ഇത് രണ്ടും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ടു ഫോംസ് കോ എക്സിസ്റ്റ് ഓവർ pH റേഞ്ച്. അതായത് ഫോർ എക്സാമ്പിൾ pK1 -2 to pK2 +2. ഗ്ലൈസിൻ്റെ കേസിലാണെങ്കിൽ pH 0 to 12 ഇങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യും രണ്ട് ഫോം. എല്ലാ അമിനോ ആസിഡ്സും നമുക്കറിയാം ആംഫി പ്രോട്ടിക് ആണ്. അതായത് അമിനോ ഗ്രൂപ്പും ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്. ബയോളജിക്കൽ pHൽ ന്യൂട്രൽ മോളിക്യൂളും സ്വിറ്റർ അയോണും എഫക്റ്റീവ്ലി പ്രസൻ്റ് ആണ്. ജനറലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സ്വിറ്റർ അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ ദ സെയിം അയോൺ. അപ്പോൾ സ്വിറ്റർ അയൺ ജനറലി മോർ ആണ് വെൻ കമ്പയർഡ് ടു ന്യൂട്രൽ മോളിക്യൂൾ ഓൺ ബേസിസ് ഓഫ് ദ pKa വാല്യൂസ് ഓഫ് അമിനോ ആൻഡ് കാർബോക്സിലിക് ഗ്രൂപ്പ്. അങ്ങനെയാണ് നമ്മൾ ജനറലി അസ്യൂം ചെയ്യുന്നത്. സോ ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോഇലക്ട്രിക് പോയിന്റ്. അപ്പോൾ സ്വിറ്റർ അയൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് സെയിം മോളിക്യൂളിലാണെങ്കിൽ, അതിനാണ് സെയിം അയോണിലാണെങ്കിൽ അതിന് സ്വിറ്റർ അയോൺ എന്ന് പറയും. ഐസോഇലക്ട്രിക് പോയിന്റ് എന്താണ്? അപ്പോൾ ഐസോഇലക്ട്രിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ pH വാല്യൂസ് ബിറ്റ്വീൻ 2 pK വാല്യൂസിൽ നമുക്കറിയാം സ്വിറ്റർ അയൺ പ്രിഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ സ്മോൾ എമൗണ്ട്സ് ഓഫ് നെറ്റ് പോസിറ്റീവ് ആൻഡ് നെറ്റ് നെഗറ്റീവ് അയോൺസ് ഉണ്ട്. അറ്റ് exact midpoint between these 2 pK values, trace amount of net negative and trace amount of net positive ions exactly balance. അതായത് ഈ രണ്ട് വാല്യൂസിൻ്റെയും ഇടയ്ക്ക് ഒരു പെക്യുലർ മിഡ് പോയിന്റിൽ ആവറേജ് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് മോളിക്യൂളിൽ 0 ആയിരിക്കും. ആ the pH corresponds to the net charge 0 in the molecule is known as isoelectric pH isoelectric point എന്ന് പറയും. PI എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആൻഡ് PI കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. 1/2 into pKa 1 + pKa2. ഇൻഡിവിജ്വൽ അമിനോ ആസിഡിന് ഡിഫറെൻറ്റ് pKa വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഐസോഇലക്ട്രിക് പോയിൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്വിറ്റർ അയോൺസിന് മിനിമം സൊല്യൂബിലിറ്റി ആയിരിക്കും ഈ ഐസോഇലക്ട്രിക് പോയിന്റിന്. അപ്പോൾ എന്താണ് ഐസോഇലക്ട്രിക് പോയിന്റ്? PI, PHI അല്ലെങ്കിൽ IEP എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഐസോഇലക്ട്രിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ pH അറ്റ് വിച്ച് ദ മോളിക്യൂൾ ക്യാരീസ് നോ നെറ്റ് ഇലക്ട്രിക് ചാർജ് ഓർ ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. സ്വിറ്റർ അയോൺസ് എന്താണ്? ദ അയോൺസ് വിച്ച് കണ്ടെയ്ൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഇനി ബാക്കിയുള്ള തിയറിയും ബേസിക്സും ഒക്കെ നമുക്ക് MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് MCQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Identify the amino acid containing non-polar aliphatic alkyl groups. Option A, phenylalanine, tyrosine and tryptophan. Option B, glycine, alanine, leucine.
ഓപ്ഷൻ സി ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ, ഓപ്ഷൻ ഡി സെറിൻ, ത്രിയോണിൻ, സിസ്റ്റീൻ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? നമ്മൾ നേരത്തെ തിയറി ഡിസ്കസ് ചെയ്തായിരുന്നു. നോൺ പോളാർ ആലിഫാറ്റിക് ആൽക്കൈൽ ഓർ ആർ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗ്ലൈസിൻ, അലാനിൻ, ലൂസിൻ. Question number 2. The two amino acid having R groups with a negative net charge at pH 7 are. Option A aspartate and glutamate. Option B arginine and histidine. Option C cysteine and methionine. Option D proline and valine. Two amino acids അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ന്യൂട്രൽ പി എച്ചിൽ നെഗറ്റീവ് നെറ്റ് ചാർജ് ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഏത് അമിനോ ആസിഡ്സിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടമേറ്റ്. Question number 3. If pK1 is equal to 2.34 and pK2 is equal to 9.60, then the isoelectric point Pi is option A 5.87, option B 5.97, option C 3.67, option D 11.94. നമുക്ക് ക്വസ്റ്റ്യനിൽ pK1 തന്നിട്ടുണ്ട്, pK2 തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഐസോ ഇലക്ട്രിക് പോയിന്റ് Pi ആണ്. നമുക്കറിയാം Pi ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ നേരത്തെ കണ്ടായിരുന്നു ഹാഫ് pK1 പ്ലസ് pK2. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2.34 പ്ലസ് 9.60 വിച്ച് ഇസ് ഈക്വൽ ടു 5.97. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 4. Which of the following is a true statement? Option A, tryptophan and tyrosine are significantly more polar than phenylalanine. Option B, leucine is commonly used as an ingredient in the buffers of SDS page. Option C, aspartate is an essential amino acid. Option D, lysine is a non-essential amino acid. തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ. ട്രിപ്റ്റോഫാനും ടൈറോസിനും സിഗ്നിഫിക്കൻ്റ്ലി മോർ പോളാറാണ് ഫീനൈൽ അലാനിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ടൈറോസിനിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ട്രിപ്റ്റോഫാനിലെ ഇൻറ്റോൾ റിങ്ങിലെ നൈട്രജനുമാണ് ഇതിന് കാരണം. Question number 5. Which among the following is a non-essential amino acid? Option A serine, option B threonine, option C lysine, option D histidine. ഏതാണ് ഇതിൽ non-essential amino acid? Correct answer is option A serine. Question number 6. Which of the following is an essential amino acid? Option A cysteine, option B asparagine, option C glutamine, option D phenylalanine. ഏതാണ് essential amino acid? Correct answer is option D phenylalanine. Question number 7. Which of the following is an amino acid? Option A alanine, B glycine, C proline, D serine. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി proline. Proline എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി അമിനോ ആസിഡ് ആണ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എ ഇമ്യൂണോ ആസിഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ട് NH OH ഗ്രൂപ്പാണ് എന്ത് പ്രൊളീനിലുള്ളത്. ഇമ്യൂണോ ആസിഡ് ആണ് പ്രൊളീൻ എന്ന് പറയുന്നത്. Question number 8. Which among the following is both glucogenic and ketogenic? Option A isoleucine, option B leucine, option C lysine, option D histidine. ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഐസോലൂസൻ. ഇറ്റ് പ്രൊഡ്യൂസസ് ബോത്ത് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് കീറ്റോൺ ബോഡീസും പ്രൊഡ്യൂസ് ചെയ്യും ആസ് എനർജി സോഴ്സ്. ഇത് കൂടാതെ ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്കിൻ്റെ എക്സാമ്പിളാണ് ടൈറോസിൻ, ഫീനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ. Question number 9. An amino acid that yields acetoacetyl coenzyme A during the catabolism of its carbon skeleton will be considered. Option A glycogenic, B ketogenic, C both glycogenic and ketogenic, D essential. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? അതായത് അസറ്റോഅസറ്റൈൽ കോൻസൈം എ അല്ലെങ്കിൽ അസറ്റോഅസറ്റേറ്റ് ഫോം ചെയ്യുന്നത്, അതായത് കീറ്റോൺ ബോഡീസ് കാർബൺ സ്കെൽട്ടൺ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കാറ്റബോളിസം നടക്കുമ്പോൾ കീറ്റോൺ ബോഡീസ് ഫോം ചെയ്യുന്നത് നമ്മൾ എന്താണ് പറയുന്നത്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി കീറ്റോജനിക് അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോജനിക് അല്ലെങ്കിൽ ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ്സിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അത് പൈറുവേറ്റ് ആയിരിക്കും മെറ്റബലൈറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ലാസ്റ്റ്. So the correct answer of 9th question is option B. Question number 10. Number of chiral centers in isoleucine is. Isoleucine എത്ര chiral centers ഉണ്ട്? എന്താണ് chiral center or chirality center എന്ന് പറഞ്ഞാൽ? It is an atom that has 4 different groups bonded in it in such a manner that it has a non-superimposable mirror image. നമുക്കറിയാം chiral centerൽ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഫോംസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്.
ഇതിൽ ഐസോലൂസിന് കൈറൽ സെൻറ്റേഴ്സ് ഉണ്ട്. എത്ര എണ്ണമാണ് ഉള്ളത്? കറക്റ്റ് ആൻസറാണ് ഓപ്ഷൻ ബി. 2 കൈറൽ സെൻറ്റേഴ്സ് ആണ് ഐസോലൂസിൻ്റെ സ്ട്രക്ചറിലുള്ളത്. സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക്. സോ 10th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഓപ്ഷൻ ബി 2. അപ്പോൾ ഇതോടുകൂടി പാർട്ട് 2 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക് യു.